സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ദിലീപിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ വോയിസ് ഓഫ് സത്യനാഥൻ ആയാലും അല്ലെങ്കിൽ ബാന്ദ്ര ആയാലും ഒന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. കാര്യം ട്രെയിലറിൽ തങ്കമണി സിനിമയുടെ കുറേ വയലൻസ് സീനുകളും അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ദിലീപിൻ്റെ ഒരു ഓൾഡ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു റിവെഞ്ച് എടുക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെയോ നമ്മൾ ആ തങ്കമണി പണ്ടത്തെ 1986 ആ ഒരു തങ്കമണി സ്ഥലത്ത് നടന്ന ആ ഒരു കേസിൻ്റെയും ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ സിനിമയിൽ ഒട്ടനീളം വയലൻസ്, എവിടെ ഏത് സീക്വൻസ് എടുത്താലും എന്തിനാണ് ഇങ്ങനെ വയലൻസ് ആവശ്യമില്ലാണ്ട് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ദിലീപിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരല്പം ഫാമിലി ഓഡിയൻസ്, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ ജനങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള ഓഡിയൻസ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു വയലൻസ് കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്രൂ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതോ ഇനി ഇത്രയും വർഷമായതുകൊണ്ട് ദിലീപിനൊരു സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് അല്ലെങ്കിൽ ഒരു വേറൊരു ലെവലിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തു വെച്ചതാണോ ഈ വയലൻസ് സീനുകൾ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. പിന്നെ കുറേ സീനുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ജയിലർ സിനിമയിൽ കുറേ വയലൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആ കഥ ആവശ്യപ്പെടുന്ന സീനുകളിൽ മാത്രമേ വയലൻസ് കാണിക്കുന്നുള്ളൂ. ഇതിൽ പ്രേക്ഷകരെ വെറുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വയലൻസ് എന്ന് എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ചിന്തിക്കുന്നുണ്ടാവുക, ഒരുപക്ഷെ കുറേ വയലൻസ് കാട്ടിക്കൂട്ടിയാൽ ജയിലറൊക്കെ ഹിറ്റായ പോലെ അല്ലെങ്കിൽ ലിയോ ഹിറ്റായ പോലെ അങ്ങനെ അങ്ങ് ഹിറ്റാകുമോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് വയലൻസ് കുത്തിക്കയറ്റിയതാണോ ആവശ്യമില്ലാതെ ഈ ഒരു സിനിമയിൽ എന്ന് ഞാൻ സംശയിക്കുന്നു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ദിലീപിൻ്റെ വയസ്സൻ ക്യാരക്ടറിനെയാണ്, കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമായിട്ടും ഈ വയസ്സൻ കഥാപാത്രം അഭിനയിപ്പിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണോ എന്ന് കൂടി എനിക്കറിയില്ല. എന്താ ഇവരുടെ മുടി ഒരു നുള്ളു പോലും കൊഴിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ വീണ്ടും ബലപ്പെട്ടു. അത് ഏത് മലയാളത്തിലല്ല ഹിന്ദിയിലായാൽ കൂടെ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യാണ്, ഒരു കൊമേഴ്ഷ്യൽ പടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നായകൻ്റെ യുവാക്കളെക്കാൾ കൂടുതൽ മുടി ഉണ്ടാവും, തടി ഉണ്ടാവും, അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആ ദിലീപ് കഥാപാത്രത്തിൻ്റെയൊക്കെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ബോറായിട്ടാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. കാര്യം അദ്ദേഹം വയസ്സനായി ഇത്രയും പ്രായമൊക്കെ ആയിരുന്നുണ്ടെങ്കിലും ആദ്യം ഒരു 3-4 പോലീസുകാരെ അടിച്ചിടുന്ന സീനുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ പോകുമ്പോൾ ഒരു 10-20 പേരെയാണ് ആ വയസ്സ കഥാപാത്രം അടിച്ചിടുന്നത്. ഇത് സ്പോയിലറോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ തിയേറ്ററിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സീനുകൾ കാണുമ്പോൾ വെറുപ്പിക്കും. അത് പോരാത്തതിന് ഞാൻ അടുത്ത സിനിമകൾ കണ്ടതിൽ, തിയേറ്ററിൽ പോയി കണ്ടതിലേക്ക് വെച്ച് വേഴ്സ്റ്റ് ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ഈ സിനിമയുടെ. എന്താ കാട്ടിക്കൂട്ടണമെന്നുള്ളത് യാതൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. കുറേ ചോര വരുത്തിയത്, പിന്നെ കുറേ അടിക്കുമ്പോൾ പറന്നു പോവുക. അത് ദിലീപിനെ കൊണ്ടൊക്കെ അത് ചെയ്യിക്കുമ്പോൾ ഭയങ്കര ബോറാണ്. ഒന്നാമത്തെ കാര്യം, ഇത് പുള്ളിക്ക് പറ്റാത്ത ഒരു കഥാപാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക, മോഹൻലാൽ ആ ഒരു ലെവലൊക്കെ പിടിക്കാൻ നോക്കിയതാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് ഈ പുള്ളി ചെയ്യുമ്പോൾ അത് എന്തോ വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സിനിമയിൽ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒരു ഭയങ്കര ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. ചിലപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ഇറക്കുന്ന സിനിമയായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പടം ഓടിയാണ്. അതായത് സിനിമയിൽ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേട്ട് പഴകിയ കഥകളാണ് എന്നുണ്ടെങ്കിലും കഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒട്ടും നമ്മൾ പ്രേക്ഷകരെ സുഖിപ്പിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാണുമ്പോൾ ഒരു വാവ് ഫീലൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് ക്യാമറ വർക്കുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറാമാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഡ്രോൺ കൈ കിട്ടിക്കണേ, അല്ലെങ്കിൽ ഹെലിക്യാം കൈ കിട്ടിക്കണേ. അത് വെച്ച് കുറേ ഷോട്ടുകൾ ഓടി നടന്നും പറന്ന് നടന്നൊക്കെയുള്ള കുറേ ഷോട്ടുകളുണ്ട്. ഒരു റബ്ബർ തോട്ടത്തിലൊക്കെ വെച്ചുള്ള ഒരു ചേസും ഫൈറ്റൊക്കെ ഉണ്ട്. അതിലൊക്കെ ഡ്രോൺ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പലതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ ഡ്രോൺ ക്യാം അല്ലെങ്കിൽ ഹെലിക്യാം സെറ്റ് ചെയ്ത് കുറേ ഷോട്ടുകൾ നമുക്ക് കാണാം. അതൊന്നും മോശമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തോന്നി. പക്ഷേ ഈ ഫൈറ്റും ഈ ഒരു മേക്കിംഗ് സ്റ്റൈലും ഈ ബ്ലഡ് ഷെഡും കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ സിനിമയോടൊരു ഇറിറ്റേഷനും ഒരു
എന്താ പറയുക, ഒരു അകൽച്ചയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ എനിക്കതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാൽ പോലെയുള്ള അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒന്നും ലെവല് എത്തിയിട്ടില്ല ദിലീപ് എന്നുള്ള കാര്യം വാസ്തവമാണ്. പോരാത്തതിന് അന്നത്തെ കേസും കാര്യങ്ങളും കൊണ്ട് ഒരു പറ്റം ജനങ്ങൾ ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഒരു ഫൈനൽ വെർഡിക്റ്റ് വരാൻ ബാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ രാമലീല ഹിറ്റായത് ആ പടം നല്ലതായതുകൊണ്ട് പടത്തിന് ആൾ കയറും. അത് എത്ര വൃത്തികെട്ടവൻ അഭിനയിച്ചാലും എത്ര നല്ലവൻ അഭിനയിച്ചാലും പടം നല്ലതാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പോയി കാണും, അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ പടങ്ങളൊക്കെ നല്ല എന്താ പറയുക, അത്രയും നല്ല ഒരു കഥയോ അല്ലെങ്കിൽ മേക്കിങ്ങോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ദിലീപിൻ്റെ ചിത്രങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദിലീപിൻ്റെ സെലക്ഷൻ മോശമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാലൊക്കെ എത്ര ഫ്ലോപ്പ് പടം അഭിനയിച്ച് എത്ര ഫ്ലോപ്പ് പടത്തിൽ തല വെച്ച് കൊടുത്താലും അവരുടെ ആ ഒരു അഭിനയ സിദ്ധി കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് കൊണ്ടും അവർ ഇനിയും കുറേ നാൾ പിടിച്ചു നിൽക്കും. മമ്മൂക്കയുടെയൊക്കെ ഇപ്പോൾ പീക്ക് ടൈമാണ്. പക്ഷേ എങ്കിലും നാളെ കുറേ അടുപ്പിച്ച് ഫ്ലോപ്പ് വന്നാൽ കൂടിയും അവരൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കും. പക്ഷെ ദിലീപിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫാൻ ബേസും ഇല്ല. പിന്നെ ഈ പറഞ്ഞോണം അന്നത്തെ ആ ഒരു കേസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സെലക്ഷൻ മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫീൽഡ് ഔട്ടായി പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതിൽ കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്ക് പറ്റിയൊരു റോളേ അല്ല എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ കിട്ടിയ സിനിമ എടുത്ത് അഭിനയിച്ചതാണോ എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ചുരുക്കത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇതിലെ അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ഇതിലെ ഒരു ലേഡി ഓഫീസർ ഉണ്ട്. അതിൽ എന്താണ് പ്രണിത സുഭാഷോ അങ്ങനെ എന്താണ് ആ കഥ, ആ നായികയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുള്ളിക്കാരിയൊക്കെ സിനിമയിൽ അഭിനയിക്കുകയല്ല, ചുമ്മാ ഒരു മോഡലായിട്ട് വന്നിട്ട് മറ്റേ വട്ടി പോലെ നിൽക്കുന്ന ഒരു പോലീസ് കഥാപാത്രം. ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. ഞാനൊന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഭംഗി പോവോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ചുളുങ്ങോ എന്ന് പേടിച്ച് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത പുള്ളിക്കാരിക്ക് ചേരാത്ത ഒരു പോലീസ് കഥാപാത്രം. കുറേ എല്ലാ സീനുകളിലും പുതിയ ഏതെങ്കിലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫാഷൻ ഷോയ്ക്ക് വേണ്ടി വന്നിരുന്ന പോലെയാണ്. എന്ന് വിചാരിച്ച് ഭയങ്കര കളർഫുൾ ഡ്രസ്സൊന്നല്ല, പോലീസിൻ്റെ ഒക്കെ ചേരുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഭയങ്കര മസിൽ പിടിച്ച് അല്ലെങ്കിൽ ഒരു ബലം പിടിച്ച് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു അഭിനയമാണ്. പുള്ളിക്കാരിക്ക് പറ്റിയ ഒരു റോളേ ആയിരുന്നില്ല അത്. പിന്നെ ഇതിൽ കുറേ നാൾക്ക് ശേഷം മനോജ് കെ ജയനെ നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോള് വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എങ്കിലും പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും തങ്കമണി സിനിമയിലില്ല. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ പുള്ളിയുടെയൊക്കെ കോസ്റ്റ്യൂം, താടി, മുടിയൊക്കെ നല്ല ബോറായിരുന്നു. ഈ സിനിമയുടെ ആ കോസ്റ്റ്യൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ മുൻപ് ദിലീപിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ നമുക്കൊട്ടൊരു വിശ്വസനീയത തോന്നില്ല. നമുക്ക് നാടകത്തിൽ വിഗ് വെച്ച് വരുന്ന അല്ലെങ്കിൽ താടി വെച്ച് വരുന്നവന്മാർ ഇതിനൊക്കെ ബെറ്ററായിട്ട് എന്താണ് മേക്കപ്പൊക്കെ ചെയ്തു വരും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ ഇതിൽ നീതാപിള്ള ആയാലും മാളവിക മോഹനായാലും അവരൊന്നും മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അസീസിൻ്റെ കഥാപാത്രമാണ്. വളരെ നിസാര റോളുകളുള്ളൂ എന്നുണ്ടെങ്കിലും അസീസ് മാത്രമാണ് എനിക്കതിൽ ആ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുള്ളവാക്കിയുള്ളൂ. പിന്നെ അയ്യപ്പനും കോശിയിലൊക്കെ പൃഥ്വിരാജിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുന്ന രമേശ് കോട്ടയം, പുള്ളിയുടെയൊക്കെ ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. എങ്കിലും അതിൻ്റെ ആ ഒരു സപ്പോർട്ടിങ് റോളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗിയോ ആ ഒരു പെർഫെക്ഷനോ ഈ നെഗറ്റീവ് റോളിൽ പുള്ളിയുടെ കിട്ടുന്നില്ല. നമ്മളത് ആറാട്ടിലും കണ്ടതാണ്. പുള്ളിക്ക് ചേരുന്ന വേഷമായിട്ട് തോന്നുന്നില്ല ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള റോളുകൾ. മൊത്തത്തിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒന്നും സന്തോഷകരമായിട്ട് കണ്ടു തീർക്കാൻ പറ്റാത്ത വയലൻസൊക്കെ ഉള്ള ഒരു ആവറേജ് പടം മാത്രമാണ് ഈ തങ്കമണി. അപ്പോൾ നമ്മൾ തങ്കമണിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 5.5 ഔട്ട് ഓഫ് 10. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം, നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഇടുന്ന വീഡിയോസ് ഉടനടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കല്ലേ. ബൈ.